ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത് ഒരു ഡ്യൂറബിലിറ്റി ടെസ്റ്റാണ്. അപ്പോൾ നമ്മുടെ 3D പ്രിൻറ്റ് ചെയ്ത പാർട്സുകളുടെ കുറേ ഫ്ലോപ്പായ പാർട്സുകൾ എനിക്കിവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലോപ്പായ പാർട്സുകൾ എടുത്തിട്ട് നമുക്കൊന്ന് ഡ്യൂറബിലിറ്റി ടെസ്റ്റ് നോക്കാം. അതിന് എന്തോ ഒരു കട്ടിയുണ്ട്, അതുപോലെ തന്നെ നമുക്ക് എത്ര ചൂടിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ഒരു ഇതൊക്കെയാണ് നമ്മുടെ ഫ്ലോപ്പായ പീസുകൾ. ഇത് മാത്രമല്ല, ഈ ഒരു ടേബിളെ കൊള്ളാൻ പറ്റാത്ത അത്ര പാർട്സുകളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ കുറച്ച് മെയിൻ പാർട്സുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്കൊന്ന് ടെസ്റ്റുകൾ നടത്തി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ നമ്മുടെ 3D പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാക്കിയ പാർട്സുകളാണ്. എന്താ പറയുക, ഇതൊരു ഗിയർ സിസ്റ്റം, അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഒരു ചെടിയൊക്കെ വെക്കാനുള്ള ഒരു പോട്ട്. അപ്പോൾ ഞാൻ പോട്ടിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം ഒഴിച്ചപ്പോഴാണെങ്കിൽ നമ്മൾ ലീക്ക് പ്രൂഫാണ്. എന്താ പറയുക, 3 ദിവസത്തോളം വെള്ളം വെച്ചിട്ട് ഇതിനകത്ത് ലീക്കൊന്നും ആയിട്ടില്ല. അതുപോലെ തന്നെ ഇതൊക്കെ നല്ല ഒന്നും പൊട്ടിക്കാൻ പോലും പറ്റാത്ത വലിയ വലിയ പാർട്സുകളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ഒക്കെ നടത്തി നോക്കാം. അപ്പോൾ ഈ ഒരു പാർട്സ് നമുക്കൊന്ന് ഒരു ചുറ്റി വെച്ച് നമുക്കൊന്ന് അടിച്ച് പൊടിച്ച് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ചെറിയൊരു ചുറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കല്ല് വെച്ച് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. യെസ് ഫ്രണ്ട്സ്, അപ്പം പൊട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ പൊട്ടുന്നുണ്ട്, സാധനം പൊട്ടുന്നുണ്ട്. പക്ഷേ ഒരു നോർമൽ കേസിൽ നമുക്ക് ഇങ്ങനെയൊന്നും പൊട്ടിക്കാൻ പറ്റത്തില്ല. ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് പൊട്ടിക്കാൻ പറ്റത്തില്ല. നമുക്കിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് പൊട്ടത്തില്ല. കാരണം വെച്ചാൽ ഈ ഇൻഫില്ലിൻ്റെ വ്യത്യാസമാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. കണ്ടത് നമുക്കിപ്പോൾ കാണാം, ഇത് ഇൻഫില്ല് 100% അല്ല, ഇതൊരു 80% ഇൻഫില്ല് വരുന്നുള്ളൂ ഇതിനകത്ത്. അതേപോലെ തന്നെ 100% ഇൻഫില്ല് വരുന്ന ഒരു പാർട്സാണ് ഇത്. നമുക്ക് ഇതൊന്ന് അടിച്ച് പൊടിച്ച് പറ്റുമോ നോക്കാം. കണ്ടോ ഫ്രണ്ട്സ്, ഇതൊന്നും നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റത്തില്ല. യെസ്, ഇതിനകത്ത് ക്രാക്കുകൾ വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇതും 100% അല്ല. കണ്ടോ, ഇതിനകത്ത് ഇൻഫില്ലുണ്ട്. ഏകദേശം 80% ഇൻഫില്ല് ഇതിനകത്ത് വരുന്നുള്ളൂ. 80% തോന്നുന്നു ഫ്രണ്ട്സ്. അത് പക്ഷേ ഈ ഒരു കേസിൽ നമുക്ക് എന്താ പറയുക, മറ്റൊരു തരത്തിൽ നമുക്കിത് പൊട്ടിച്ചെടുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ടെമ്പർ കാണിക്കാൻ വേണ്ടി ഞാൻ കണ്ടോ, നമുക്ക് ഒരിക്കലും അത് പൊട്ടിച്ചെടുക്കാൻ പറ്റില്ല. നമുക്കൊന്ന് കത്തിച്ച് നോക്കാം, ഒന്ന് ഹീറ്റാക്കി നോക്കാം. അതിനിപ്പോൾ ഞാനൊരു ഗ്യാസാണ് എടുത്തേക്കുന്നത്, നമ്മുടെ ഫ്രണ്ട്സ്. അപ്പോൾ തീ കത്തുന്നുണ്ട്. നമുക്ക് ഇതിനകത്തോട്ടൊന്ന് നമ്മുടെ ഒരു പ്ലാസ്റ്റിക് പീസ് വെച്ച് നോക്കാം, എത്ര ചൂടിലുണ്ടെന്ന് ഉരുകുമെന്ന് ഫ്രണ്ട്സ്. ഇപ്പോൾ ഇതിൻ്റെ ചൂട് കാരണം നമുക്കിത് കാണത്തില്ല ഫ്രണ്ട്സ്. കണ്ടോ, ഈ ഒരു തീയിൽ നമ്മുടെ പ്ലാസ്റ്റിക് ഉരുകി വരുന്നുണ്ട്. ഫ്രണ്ട്സ് കണ്ട, നല്ലൊരു ചൂടിൽ ഈ ഒരു ഉരുകും. ഏകദേശം എന്തുണ്ട്, ഇപ്പോൾ ഇത് കരിയാകാനും തുടങ്ങി. ഏകദേശം 240 ഡിഗ്രി തന്നെ ഇത് വീണ്ടും 200 ഡിഗ്രിയോളം ഹീറ്റിൽ തന്നെ നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക് ഉരുകാൻ തുടങ്ങി. ഇതൊരു 100% ഇൻഫില്ലല്ല, ഏകദേശം 70% ഇൻഫില്ല് മാത്രമേ വരുന്നുള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ 100% ഇൻഫില്ലിലാണ്. അപ്പോൾ നമുക്ക് ഇതും കൂടെ നമുക്കൊന്ന് അടിച്ചു പൊടിച്ച് നോക്കാം. അപ്പോൾ ഞാനൊരു വലിയ ചുറ്റിയാണ് എടുത്തേക്കുന്നത്. നമുക്കിത് പൊട്ടുമോ നോക്കാം ഫ്രണ്ട്സ്. അല്ലേ, വലിയ ചുറ്റിക ഉപയോഗിച്ചാൽ ഈ ഒരു പ്ലാസ്റ്റിക്കും പൊടിഞ്ഞു കിട്ടുന്നുണ്ട്. പക്ഷേ ഇതും 100% അല്ല. ഞാൻ ഉദ്ദേശിച്ച ഒന്നും തന്നെ ഇതിനകത്ത് 100% ഇല്ല. ഞാനത് മറന്നുപോയി, കാരണം കുറച്ച് നാളായാലും ഇതൊക്കെ പ്രിൻ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇതൊക്കെ മറന്നുപോയി. നമുക്ക് ഇതിൻ്റെ ഒരു കടുപ്പത്തിലുള്ള ടെസ്റ്റ് നോക്കാം. നമുക്ക് എന്താ പറയുക, ഒരു വെയിറ്റ് ഹാങ് ചെയ്ത് നോക്കാം ഇതെങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് വേറെ സ്ഥലത്തോട്ട് പോവാം ഗൈസ്. അപ്പോൾ നമ്മളെ ആ ഒരു 3D പ്രിൻ്റിൻ്റെ ആ പാർട്സ് ഞാനൊന്ന് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനാണ് ഹാങ് ചെയ്ത് വെച്ച പാർട്സ്. അപ്പോൾ നമുക്കിതൊന്ന് ഇതിനകത്തൊന്ന് നമ്മൾ ഒന്ന് തൂങ്ങി നോക്കാം, ഇത് പൊട്ടുപോകുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഞാനൊരു 65 കിലോയോളം വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഞാനിത് ഹാങ് ചെയ്തിട്ട് ചെറിയൊരു പീസിലാണ് ഞാൻ ഹാങ് ചെയ്തത്. എന്നിട്ട് ഇത് പൊട്ടിയില്ല കണ്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ട് ഇതിന്, കണ്ടില്ലേ. അപ്പം അങ്ങനെ ഒരു ഇതിൻ്റെ സിറ്റുവേഷൻ ഒന്നും പൊട്ടത്തില്ല. പിന്നെ അടിച്ചാൽ പൊട്ടത്തിൽ ഐഫോൺ പോലും നമ്മുടെ ലോകത്തില്ല. അപ്പം അടിച്ച് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ സംഭവിക്കും എപ്പോഴും, അല്ലാണ്ട് നോർമൽ കേസിലൊന്നും പൊട്ടത്തില്ല. അപ്പോൾ അത്ര ഹാർഡാണത്. അതേപോലെ തന്നെ ഞാൻ വേറെ സൂത്രം കാണിച്ചു തരാൻ വെച്ചാൽ, ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഞാൻ സൂത്രം കാണിച്ചു തരാം. അത് 1 കൊല്ലം മുമ്പ് 3D പ്രിൻ്റ് ചെയ്ത് നമ്മളൊരു വീട്ടിൽ വെച്ച ഒരു സ്റ്റോപ്പറാണിത് ഫ്രണ്ട്സ്. കണ്ടില്ലേ, ഈ ഒരു സ്റ്റോപ്പർ ഒരു മഴക്കാലവും ഒരു വേനൽക്കാലവും കഴിഞ്ഞു. ഇതുവരെ ഈ സ്റ്റോപ്പറിന് ഒരു കുഴപ്പമില്ല. അന്ന് ലോക്ക്ഡൗൺ സമയത്ത് സ്റ്റോപ്പർ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇവിടെ 3D പ്രിൻ്റ് ചെയ്ത് അടിച്ച് കയറ്റിയ സ്റ്റോപ്പറാണ്, അത് വർക്ക് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഇരിക്കുന്നത് ഒരു 3D പ്രിൻ്റ് ചെയ്തൊരു പാർട്സ്, ഞാനിവിടെ ഹാങ് ചെയ്തൊരു പാർട്സാണ്. അപ്പോൾ നമുക്കിന്ന് ഡ്രില്ലർ ഒന്ന് കയറ്റി നോക്കാം, ഇത് തുളയുമോ എന്ന്. ഓഫ് കോഴ്സ് തുളയും. നമുക്കിത് ടെസ്റ്റ് നടത്തി നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഇങ്ങനെ ഇട്ടു, ഞാൻ ചവിട്ടി പിടിച്ചിട്ടുണ്ട്. നമുക്കിത് ഇത് കയറ്റി നോക്കാം.
ഫ്രണ്ട്സ് ഇത് കയറി പോകുന്നുണ്ട്, പക്ഷേ കുറച്ച് വിഷയങ്ങളുണ്ട്, കയറിപ്പോവും. പക്ഷേ എന്നാൽ നാപ്റ്റോൾ വരെ കാണിക്കുന്ന പോലെ കാണിക്കില്ല. ഞെക്കി അങ്ങോട്ട് ഫ്രണ്ട്സ് കയറിപ്പോവും, പക്ഷേ കുറച്ച് സമയം എടുക്കും, കുറച്ച് സ്ലോ ആണ്. ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ മരത്തിലോട്ട് കയറുന്ന അതേ പവറിൽ നിങ്ങൾക്ക് കയറിപ്പോവും. നമുക്ക് വേറെ ആംഗിളിൽ നമുക്ക് ഇത് നല്ല കട്ടിയുള്ള പോർഷനാണ്, കയറ്റി നോക്കാം. ഫ്രണ്ട്സ് ഇതുണ്ടോ കൂളായിട്ട് തുള വരുന്നുണ്ട്. ഇതുണ്ട്, ഇതൊരു തുള ഞാനിപ്പോൾ ഇട്ട തുളയാണ്. അപ്പോൾ ആ ഫില്ലൊന്നും കാണാനില്ല. അപ്പോൾ നമ്മുടെ ഇത് 100% അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കയറിപ്പോയത്. ഫ്രണ്ട്സ് വളരെ കൂളായിട്ട് നമുക്ക് കയറിപ്പോയി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്തൊരു വുഡിന് പകരം പ്ലാസ്റ്റിക്കിന് പകരമൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അത്രയൊക്കെ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടതിൽ നന്ദി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം, താങ്ക് യു.